നമുക്കിന്നേ വൻപയറും കായും വെച്ച് നല്ലൊരു പുഴുക്കുണ്ടാക്കിയാലോ. ഞാൻ എപ്പോഴും പയർ വേവിക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ, കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റേതായ രീതി എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും എൻ്റെ രീതി ഒന്ന് കാണിക്കുക. വൻപയർ നന്നായി കഴുകിയെടുക്കുക. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കുതിർത്ത് വെച്ചോ, പോകാൻ എളുപ്പമായിരിക്കും. കായ മുറിച്ചിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി കഴുകി കറിയൊക്കെ കളഞ്ഞെടുത്തു. പിന്നെ രണ്ടും കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പാകത്തിന് വെള്ളം, അത് മുങ്ങാനുള്ള വെള്ളം വെക്കണേ. പയർ വേകുമ്പം നല്ലോണം വീർത്ത് വരൂലേ, അപ്പോൾ മുങ്ങിയിട്ടും കുറച്ചധികം വെക്കണം വെള്ളം. പിന്നെ അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ, പയറിൻ്റെ വേവിനനുസരിച്ച്. ചില പയറിൽ 3 വിസിലുകൊണ്ടല്ലേ വേവ്, ഇത് നല്ല വേവുള്ളായിരുന്നു. 5-6 വിസിലെടുത്തു. പിന്നെ കുക്കർ തുറന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ട് വറവ് പോലെയാണ് ഉണ്ടാക്കുന്നത്, അധികം ചാറാക്കുന്നില്ല. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുക്കാം. പിന്നെ ചതച്ച കാന്താരിയും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. തേങ്ങയും വേണമെങ്കിൽ ചതക്കാം, ഞാൻ ചതച്ചിട്ടില്ല, വറുത്തിട്ട് ഇങ്ങനെ ചിരകി ഇട്ടിട്ടേലു. വെള്ളമൊക്കെ നോക്കി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. പയറിലേക്ക് പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും. കറിവേപ്പില ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി വേണ്ടവർക്ക് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വെളുത്തുള്ളി പറഞ്ഞ് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഇവിടെ മാഷ്ക്ക് വെളുത്തുള്ളി പറ്റൂല, അതുകൊണ്ടാണ് ഇടാത്തത്. അതുകൂടെ ചതച്ച് കൊടുത്താൽ നല്ല. പിന്നെ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ വറുത്തിട്ടാൽ നല്ല അടിപൊളി ഒരു പയർ കറി റെഡി ആയിട്ടുണ്ട്.